ദിൽന, തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ല, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത്? പോലെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പോകുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു ആലസ്യമുണ്ട് എന്ന് തോന്നുമെങ്കിലും പക്ഷെ അതൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ തന്നെ വട്ടിയൂർക്കാവ് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് യുവാക്കളോടൊപ്പം ഒരു യൂത്ത് വിത്ത് വാക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയെല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒന്നാം ഘട്ട പ്രചരണം മുഴുവനായി LDF സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം കൺവെൻഷനുകളാണ്. നേമം അടക്കമുള്ള മണ്ഡലങ്ങളിലെ കൺവെൻഷനുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. അത്തരത്തിൽ റോഡ് ഷോകളും വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും വോട്ടർമാരെ കണ്ടുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം രണ്ടാം ഘട്ടമായി ഇനി നടക്കുന്നത് കൺവെൻഷനുകളാണ്. ആ കൺവെൻഷനുകൾ വലിയ തരത്തിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതും ഇടത് പക്ഷത്ത് തന്നെയാണെന്ന് പറയാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നോമിനേഷൻ കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 8 LDF സ്ഥാനാർത്ഥികളാണ് ഇന്നലെ നോമിനേഷൻ നൽകിയത്. ഇനി ബാക്കിയുള്ളവർ നാളെ നൽകും. അതായത് ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും നോമിനേഷൻ നൽകിയ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോഴും ആഭ്യന്തര കലഹം ഒഴിയാത്ത UDF-ലും BJP-യിലും വളരെ കുറച്ചു പേർ മാത്രമാണ് ഇന്നലെ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഇപ്പോഴും ഒരു പടി മുൻപിൽ തന്നെയാണ് LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയാം. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്ന സുധീർ കരമന, തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി സുധീർ കരമനയുടെ റോഡ് ഷോ അടക്കം നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇടത് പാളയം, ഒരു പടി മുന്നിൽ തന്നെയാണ് ഇടത് പാളയം. ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം മുതൽ, ഒരു റോഡ് ഷോ മുതൽ ഇപ്പോൾ ഇത് നാമനിർദ്ദേശ പത്രിക നൽകിയത് വരെ കാണുന്ന ഒരു കാഴ്ച, ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു LDF-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ്. ഇനി നമുക്കറിയാം, നാളെ മുതൽ മുഖ്യമന്ത്രി വിവിധ ജില്ലകളിൽ പര്യടനം തുടങ്ങും. അത്തരത്തിൽ ഓരോ ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ തന്നെ ഇതുവരെയുള്ള കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപാളയം ഒന്നടങ്കം. ക്ഷമി.